സോ ഹായ് ഗൈസ്, കേരള ടോപ്പറായി മാറിയിരിക്കുന്ന വൈഷ്ണവാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സോ വൈഷ്ണവ് ആദ്യമേ തന്നെ ഒരു വലിയ ബിഗ് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഇത്രയും വലിയൊരു വിജയം നേടിയതിൽ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വൈഷ്ണവിനെ പറ്റി നമുക്കും കൂടുതൽ അറിയാനുണ്ട്. അപ്പോൾ ആദ്യമേ വൈഷ്ണവ് തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? അല്ല, ഞാൻ വൈഷ്ണവാണ്. ഞാനിപ്പോൾ നാട്ടിക തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. ഞാൻ ദേവമാത CMI സ്കൂളിൽ പഠിക്കുന്നത്. അവിടുത്തെ ബ്രില്യൻ്റ് IIT ബാച്ചിലാണ് പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രില്യൻ്റ് IIT ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഓക്കെ, അപ്പോൾ JMS എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഞാൻ പ്രതീക്ഷിച്ച വൈബായിരുന്നില്ല. ലൈക്ക് മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ലൈക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും അല്പം ഡിഫറെൻറ്റ് വൈബ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഷിഫ്റ്റിൽ. ഓക്കെ, ഞാൻ ആദ്യം എഴുതി കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇതുവരെ ഭേദമായിട്ട് പെർഫോം ചെയ്യാൻ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ മാർക്കും ബാക്കിയുള്ള റെസ്പോൺസായിരുന്നതോടെ ഐ ആം സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? റിസൾട്ട് വന്നപ്പോൾ ഇത്രയും സ്കോർ ഉണ്ടെന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അല്ല, മാർക്ക് ഞാൻ ഇത്ര തന്നെ പ്രതീക്ഷിച്ചിരുന്നല്ലോ. ബട്ട് ലൈക്ക് എൻ്റെ ഷിഫ്റ്റ് അനുസരിച്ച് നല്ല മാർക്കാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നു. ഓക്കെ, ഷിഫ്റ്റ് അത്യാവശ്യം ടഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു മാർക്ക് കിട്ടിയപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഫേവർ ആകും തോന്നുന്നുണ്ടല്ലേ? എനിക്ക് ടഫായിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു. പൊതുവെ കോമൺ ആയിട്ട് നോക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നു. ഓക്കെ, അവർ എക്സാം സെന്ററിലെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കാരണം നമ്മൾ ഇത്രയും മോഡൽ എക്സാമുകളൊക്കെ എഴുതി ആ ഒരു സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലേക്ക് ചെന്നിരിക്കുവാണ്, നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങണം. അപ്പോൾ ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് പെർഫെക്റ്റ് ആയിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മോഡൽ എക്സാംസ് നമ്മുടെ ബ്രില്യൻ്റിലെ ഇപ്പോൾ ഇവിടുന്ന് പാസ് ഔട്ടായിട്ട് വലിയ കോളേജുകളിൽ പഠിക്കുന്നവരും വലിയ സ്ഥാപനങ്ങളിലുള്ളവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ബ്രില്യൻ്റിൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് ഒരുപാടുണ്ട്, പക്ഷേ ഈ മോഡൽ എക്സാംസ് ആണ് ശരിക്കും അവർക്ക് ആ ഒരു റിയൽ എക്സാം ആംബിയൻസ് നൽകുന്നത്. അപ്പോൾ വൈഷ്ണവിൻ്റെ ആ ഒരു മോഡൽ എക്സാം ആ ഒരു ടൈമൊക്കെ എങ്ങനെയായിരുന്നു? മോഡൽ എക്സാംസ് നല്ലത് തന്നെയായിരുന്നു. ലൈക്ക് ഒരുപാട് എസ്പെഷ്യലി കെമിസ്ട്രി ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസിന് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൈമും വേഗാക്കാൻ പറ്റുന്നുണ്ട്. ഈ ടൈം മുമ്പൊരു പ്രശ്നമായിരുന്നോ? മെയിൻസിന് ഒരിക്കലും പ്രശ്നമാവാറില്ല. ഇല്ല, പക്ഷേ ഒരു മോഡൽ എക്സാം എഴുതിയതോട് നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കെമിസ്ട്രിയുടെ കാര്യമാണ് പെട്ടെന്ന് സബ്ജക്റ്റിന്റെ കാര്യം പറയുമ്പോൾ വൈഷ്ണവ് പെട്ടെന്ന് എടുത്ത് പറഞ്ഞപ്പോൾ കെമിസ്ട്രി ആണോ ഫേവറേറ്റ് സബ്ജക്ട്, അല്ലെങ്കിൽ ഏതാണ് ഫേവറേറ്റ് സബ്ജക്ട്? കെമിസ്ട്രി അല്ല, എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് ഫിസിക്സ് ആണ്. ഓക്കെ, പക്ഷെ അത് അഡ്വാൻസ്ഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഫിസിക്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫിസിക്സ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്? അല്ല, ഫിസിക്സ് ആണെങ്കിൽ മാത്സും ഉണ്ട്, പിന്നെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ചുമ്മാ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ആ ഒരു ഇതെന്നല്ലാണ്ട് കുറച്ചുകൂടെ ഒരു വൈഡ് റേഞ്ചിൽ നമുക്ക് ഫിസിക്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുണ്ട്. ഓക്കെ, ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? ടഫ് തീർച്ചയായും മാത്തമാറ്റിക്സ് തന്നെയാണ്. ഓക്കെ, ടൈം കൺസ്ട്രെയിൻ വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ എക്സാമിൽ വന്നപ്പോൾ മാത്സിന്റെ ഒക്കെ ഒരു കാര്യം എങ്ങനെയായിരുന്നു? കാരണം പല വിദ്യാർത്ഥികളും പറഞ്ഞ ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു എന്നൊക്കെയാണ്. വൈഷ്ണവിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ മാത്സ് എഴുതുമ്പോൾ എനിക്ക് 90 മിനിറ്റ്സ് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്തുപടി ചെയ്യായിരുന്നു. പിന്നെ അവസാനം ഒരു പാനിക്കിംഗ് അല്ല, ഒരു നമ്നെസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതൊരു വിഷമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം ഇത്രയും നല്ലൊരു കോച്ചിങ് ആണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വൈഷ്ണവനാണെങ്കിലും നൽകിയിട്ടുള്ള ഈ പറഞ്ഞ മോഡൽ എക്സാംസിലൂടെയും റെഫറൻസിലൂടെ ഒക്കെ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രില്യനോട് എന്താണ് വൈഷ്ണവിന് പറയാനുള്ളത്? ബ്രില്യന്റിന്റെ കമ്മിറ്റി സ്റ്റാഫൊക്കെ ഭയങ്കര നല്ല സപ്പോർട്ടാണ്. മെന്റർമാർ, കോർഡിനേറ്റർ ആയാലും സപ്പോർട്ടാണ്. പിന്നെ പ്രൊഫസേഴ്സ് എല്ലാവരും എൻ്റെ മൈൻഡ് സെറ്റും ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, പിന്നെ പിയേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അവിടെ കഴിഞ്ഞ് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സ്ട്രെസ്ഡായി തോന്നിയിട്ടില്ല ഇവിടെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിച്ചത്. ഓക്കെ, സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ മോഡൽ എക്സാംസ് ഒക്കെ. കാരണം മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിയൽ എക്സാം ആംബിയൻസ് തന്നെയാണ് നമുക്ക് ഈ മോഡൽ എക്സാംസ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ മാർക്ക് കുറഞ്ഞു പോകാം, ചിലപ്പോൾ മാർക്ക് കൂടുതലായിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ്, ആ ഒരു ദിവസത്തെ എക്സാമിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ പലർക്കും ചിലപ്പോൾ ചെറിയൊരു സ്ട്രെസ്ഡ് ആവാം, ചിലതായിട്ടൊന്ന് ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വൈഷ്ണവൻ ഉണ്ടായിട്ടുണ്ടോ? +1 ആകുമ്പോൾ യൂണിറ്റ് എക്സാംസ് കുറയുമ്പോൾ ഡൗൺ ആവാറുണ്ട്. പക്ഷെ ഞാൻ മിക്കവാറും എൻ്റെ +2
+1 ലേറ്റ് ആകുമ്പോഴേക്കും ഫ്രസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡൗൺ ആവും ഇല്ല, കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് കുറേ ആണെങ്കിൽ നാളെ കൂടും. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കാരണം കുഴപ്പമില്ല. ഓക്കെ, ഈ മോഡൽ എക്സാംസിൽ നിന്ന് ലൈക്ക് വൈഷ്ണവിന്റെ ഒരു ആഫ്റ്റർ ആൻഡ് ബിഫോർ നോക്കുവാണ്, ലൈക്ക് ബിഫോർ മോഡൽ എക്സാംസ് ആൻഡ് ആഫ്റ്റർ മോഡൽ എക്സാംസ് എന്തെല്ലാം വ്യത്യാസങ്ങൾ വൈഷ്ണവിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ് ഒരു എക്സാമിനെ കണ്ടുകൊണ്ടിരുന്നത്, എന്നാൽ മോഡൽ എക്സാംസിന് ശേഷം അല്ലെങ്കിൽ ഇത്രയധികം എക്സാംസ് എഴുതുന്നതിന് ശേഷം ഓക്കെ ഐ ഹവ് ഗോട്ട് ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ, അങ്ങനെ ഏതെങ്കിലും ഒരു അങ്ങനെ പറയുകയാണെങ്കിൽ മോഡൽ എക്സാംസ് ലൈക്ക് മന്ത്ലി വൺസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ മാസം സ്റ്റാർട്ടിന്റെ കാര്യമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും മോഡൽ എക്സാം ആകുമ്പോഴേക്കും അത് റുട്ടീൻ കാര്യമായി. സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറയും, ഹാപ്പി ആയിരിക്കുമ്പോൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആകും ഇത്ര എക്സാംസ് എഴുതിയല്ലേ? സ്ട്രെസ് കുറയും, നന്നായി കുറയും. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് വൈഷ്ണവ് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ പ്രൊഫസേഴ്സിന്റെ ഒക്കെ കാര്യം. അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരാം, അപ്പോൾ അവരെയാണ് നിങ്ങൾ ഫസ്റ്റ് ഹാൻഡ് അല്ലെ അപ്രോച്ച് ചെയ്യുന്നത്. അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രൊഫസേഴ്സ് അവര് മിക്കവാറും ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് നമ്മള് റെഫറൻസ് ഹാളിലും സ്റ്റാഫ് റൂമിലും മാത്രമല്ല തീരുന്നത്, അവര് പിന്നീട് വാട്സപ്പിലൂടെയും നമുക്ക് മെറ്റീരിയൽ അയക്കാറുണ്ട്, റെഫറൻസസ് കഴിക്കാറുണ്ട്. അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് പ്രൊഫസേഴ്സ്. സോ ഈ ഒരു പ്രൗഡ് മൊമെന്റിൽ വൈഷ്ണവിന്റെ അമ്മയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സോ മാം വെൽക്കം, അതുപോലെ തന്നെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ബ്രില്യൻറ്റ്. ഓക്കെ, അപ്പോൾ മാമിന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സന്ധ്യ, വൈഷ്ണവിന്റെ അമ്മയാണ്. മാം എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, വൈഷ്ണവിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ അതിഥി ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇത് വൈഷ്ണവിന്റെ ബ്രദർ ആണല്ലേ? ഓക്കെ, ബ്രദറിന്റെ പേര് കാർത്തിക്. എത്രാം ക്ലാസ്? 10th പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ വൈഷ്ണവ് നേരത്തെ പറഞ്ഞു ആ ഷിഫ്റ്റ് മൊത്തത്തിൽ ചെറുതായിട്ടൊരു ടഫ് ആയിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത്രയും മികച്ചൊരു വിജയം? എനിക്ക് ഇത് ഓക്കെ, ഒരു എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പരമാവധി അവൻ ചെയ്യുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അവൻ പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതെ, അത് നേരത്തെ വൈഷ്ണവ് തന്നെ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്തേനെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു വിജയം തീർച്ചയായിട്ടും അതിൻ്റെ വൈഷ്ണവിന്റെ ഹാർഡ് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബ്രില്യന്റിന്റെ ഒരു കോച്ചിങ് നമുക്ക് എടുത്ത് വരാനോ. അപ്പോൾ ബ്രില്യന്റിനോട് എന്താണ് മാമിന് പറയാനുള്ളത്? ബ്രില്യന്റിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആക്ച്വലി അവന്റെ ആ കഴിവുണ്ടെങ്കിൽ അത് നന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള എല്ലാ ഹെൽപ്പ് എല്ലാതും കിട്ടിയത് അവിടെ നിന്നാണ്. നമ്മുടെ അടുത്ത് മാത്രം നിന്നുകൊണ്ട് അത് വരുമായിരുന്നില്ല. അതവിടെ ആ സമയത്ത് ഞങ്ങൾക്കത് ബ്രില്യന്റിൽ ചേരാനുള്ളൊരു സമയം കിട്ടി. പിന്നെ അതില് അങ്ങനെ ഇങ്ങനെ നടന്നു പോയി. അതൊക്കെ എത്തിപ്പെട്ടു. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു വൈഷ്ണവ്, ആൻഡ് വൺസ് അഗെയിൻ വലിയൊരു വിജയം നേടിയിരിക്കുന്നു. സോ ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, Brilliant Study Center, India's #1 coaching center for NEET and JEE.